ഹായ് ഗായ്സ്, രാവിലത്തെ കാപ്പി കുടിയും കഴിഞ്ഞ് നേരെ ആറ്റിങ്ങൽ ബഡാ ബസാറിലോട്ട് വിട്ടു. എനിക്ക് തിങ്കളാഴ്ച ഒരു കല്യാണമുണ്ട്. അപ്പോൾ കല്യാണത്തിന് ഗിഫ്റ്റ് മേടിക്കണം. കൂടെ എൻ്റെ 2 കൂട്ടുകാരികളും ഉണ്ടായിരുന്നു. ഇതൊക്കെ പ്ലാസ്റ്റിക് ഫ്ലവറാണ്, എല്ലാം കാണാൻ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ അടിപൊളി കമ്മലുകളൊക്കെ ആയിരുന്നു. ബൈ ദ വേ ഞാനൊന്നും വാങ്ങിയില്ല, കാണാൻ നല്ല രസമാണല്ലോ. അങ്ങനെ കുറേ കമ്മലൊക്കെ ഇങ്ങനെ നോക്കി നടന്നു. കൂട്ടത്തിലുള്ളവരും കമ്മലൊക്കെ നോക്കി, അവരൊന്ന് രണ്ടെണ്ണമൊക്കെ മേടിച്ചു. ഞാൻ പിന്നെ വാങ്ങിയൊന്നുമില്ല. കാര്യം എനിക്കിതൊന്നും സൂക്ഷിക്കുന്ന സ്വഭാവമില്ല. സോ അതുകൊണ്ട് തന്നെ ഞാൻ ഈ കമ്മൽ ഐറ്റംസ് ഒന്നും അങ്ങനെ വാങ്ങാറില്ല. പിന്നെ നല്ല അടിപൊളി ക്യൂടെക്സുകൾ ഉണ്ടായിരുന്നു, അത് ഞാൻ മേടിച്ചില്ല. ഇതാണ് എൻ്റെ ഫ്രണ്ട്, അവർക്ക് സ്വന്തമായിട്ട് യൂട്യൂബ് ചാനലുണ്ട്. ഇത് വേറൊരു ഫ്രണ്ടാണ്. ബൈ ദ വൈ ഞങ്ങൾ പരിചയപ്പെട്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഞങ്ങൾ അംഗൻവാടി ഗ്രൂപ്പ് വഴി പരിചയപ്പെട്ടാണ്. ഞങ്ങൾ ആരും ഒത്തു പഠിച്ചവരൊന്നുമില്ല. കൂട്ടത്തിൽ ഏറ്റവും ഇളയത് ഞാനാണ്, മറ്റേ സിനിമയിൽ പറയുന്ന കണക്ക്. അതിനുശേഷം വിശപ്പിൻ്റെ വിളി വന്ന് ഞങ്ങൾ മോഡേൺ ബേക്കറിയിൽ കയറി ഒരു ലൈമും ഒരു സാൻഡ്വിച്ചും കഴിച്ചു. അതിനുശേഷം പിന്നെ നേരെ തിരിച്ച് വീട്ടിലോട്ട് തിരിച്ചു. ആറ്റിങ്ങൽ ബസ് സ്റ്റാൻഡിൽ ബംഗാളി ചേട്ടൻ്റെ കടയിൽ നല്ല നല്ല അടിപൊളി കമ്മലുകളുണ്ടായിരുന്നു. എല്ലാം ഞാൻ ചുമ്മാ നോക്കിയെന്നേ ഉള്ളൂ. അവരൊക്കെ ഓരോന്നൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അയ്യപ്പൻ്റെ മോഡൽ കമ്മലൊക്കെ ഉണ്ടായിരുന്നു, നല്ല സൂപ്പറായിരുന്നു, കാണാനൊക്കെ സൂപ്പറായിരുന്നു. പിന്നെ അപ്പോൾ തന്നെ വക്കത്തോട്ടുള്ള ബസ്സുണ്ടായിരുന്നു. പിന്നെ ബസ്സിൽ കയറി. പിന്നെ നമ്മൾ അന്നദാനം കഴിക്കാനായിട്ട് പോയി. ഫുഡ് ഈസ് മെയിൻ. അന്നദാനം കഴിക്കാനായിട്ട് പോയി. അവിടെ വലിയ തിരക്കില്ലായിരുന്നു കേട്ടോ. അങ്ങനെ സൂപ്പറായിരുന്നു. സാമ്പാർ, രസം, തോരൻ, അവിയൽ, അച്ചാർ എല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാം കൂടെയൊക്കെ കൂട്ടി ഒരു പിടി പിടിച്ച് തിങ്കൻ്റെ സ്കൂളിൻ്റെ അടുത്താണ് അമ്പലം. പിന്നെ നേരെ തിങ്കളിനെ വിളിക്കാനായിട്ട് പോയി. അവൾക്ക് ഇന്ന് 2 മണി വരെ ക്ലാസ് ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ കുറച്ച് നേരം തിങ്കളിൻ്റെ കൂടെയൊക്കെ തിങ്കൾ പാർക്കിലൊക്കെ കളിച്ച്, തിങ്കൾ ഞാൻ ജ്യൂസ് വെള്ളം മേടിച്ച് കൊടുത്തില്ല എന്ന് പറഞ്ഞ് പിണങ്ങി നിൽക്കുന്നതാണ്. ഞാനങ്ങനെ ജ്യൂസ് വെള്ളം മേടിച്ച് കൊടുക്കാറില്ല. പിന്നെ അപ്പോൾ തന്നെ ബസ്സുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ വീട്ടിലെത്തി. ആ പൊന്നോ, എന്തൊരു വെയിൽ! വീട്ടിലെത്തി മുഖവും കഴുകി ഒരു ഗ്ലാസ് തണുത്ത വെള്ളം കുടിച്ചപ്പോൾ എന്തൊരു ആശ്വാസം. വാട്ടേ വെതർ വെതർ.